നീ എന്താ ഇവിടെ തറയെ കിടക്കുന്നേ? മറ്റെല്ലാ റൂമിലും കട്ടിലുണ്ടല്ലോ, അവിടെ പോയി കിടക്ക്. അല്ലെങ്കിൽ എന്റെ മുറിയിൽ വാ, അവിടെ കിടക്കാം. ഒന്നും വേണ്ട ചേച്ചി, ഞാനിവിടെ കിടന്നോളാം. എന്താ കാര്യം? ലളിതമായി വേണം വീട്ടുകാര്യങ്ങളൊക്കെ എന്ന് തിരുമേനി പറഞ്ഞിരുന്നല്ലോ. അതിന് കട്ടിലിൽ കിടന്ന ലാളിത്യം പോവോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ തിരുമേനിയെ വിളിക്കാം. കട്ടിലിൽ കിടക്കുന്നോണ്ട് പ്രശ്നമാണോന്ന് ചോദിക്കാം. അയ്യോ വേണ്ട ചേച്ചി, അതൊന്നും വേണ്ട. അതൊന്നും ശരിയാവില്ലല്ലോ, കാര്യം അറിയണം. വിളിക്കണ്ട. ശരി, ഞാൻ കട്ടിലിൽ തന്നെ വന്ന് കിടക്കാം. എന്നാ വാ, മുകളിൽ പോയി കിടക്കാം. എന്താ, എങ്ങോട്ട് പോകുന്നു? അമ്മേ, ദേവിക തറയെ കിടക്കുന്നു പറയുന്നേ. മുകളിലെ മുറിയിൽ കിടക്കട്ടെ എന്ന് ഞാനാ പറഞ്ഞത്. അവിടെ കട്ടിലുണ്ടല്ലോ. എന്താ ദേവിക, തിരുമേനി പറഞ്ഞ ഒന്നും മനസ്സിലായില്ലേ? കട്ടിലിൽ കിടന്നാലേ ഉറക്കം വരുള്ളൂ. ഞാൻ തറയെ കിടന്നാ മതിയെന്ന് പറഞ്ഞതാ, പക്ഷെ ചേച്ചിയെ നിർബന്ധിച്ചത്. ഓഹോ, അങ്ങനെയാണോ? നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചേ? ശരിയല്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ ആരും വിളിക്കണമെന്നില്ല. ആത്മീയ കാര്യമല്ലെന്ന് കരുതിയാ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നിന്നെ. ഇപ്പൊ സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് പോവാ കാര്യങ്ങള്. അതിന് നിന്നോട് സഹിക്കാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടോ? ദേവികയ്ക്കറിയാം കാര്യങ്ങള്. അതുകൊണ്ടാ ആ കുട്ടി തിരുമേനി പറഞ്ഞതുപോലെയൊക്കെ അനുസരിക്കുന്നേ. ഈ വീടിന്റെ ആകെ നന്മയ്ക്ക് വേണ്ടിയാ ഇതൊക്കെ. എന്ന് വെച്ചാൽ ഇതിന്റെ നേട്ടം നിനക്കും ഉണ്ടാവൂന്ന്. നന്ദനും ദേവികയും വിഷമിപ്പിച്ചിട്ട് എനിക്ക് നേട്ടമൊന്നും വേണ്ട. ചേച്ചി, എനിക്കൊരു നിന്നോടൊന്നും ചോദിച്ചില്ല. നീ എത്ര ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. ചന്ദ്രോത്ത് തറവാട് തകരാതെ നോക്കേണ്ടത് എന്റെ കടമയാ. അതിന് വിധിപ്രകാരം എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും. പിന്നെ നന്ദനൻ ദേവികയും കരയിച്ചു കൊള്ളാന്ന് ഞാൻ ശപഥമൊന്നും എടുത്തിട്ടില്ല. ഇവരകന്ന് നിൽക്കണമെന്നൊക്കെ അതിനെക്കുറിച്ച് ഞാനുള്ള ആളാ പറഞ്ഞത്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഡൈനിങ് ടേബിളിൽ നിന്ന് ദേവികയെ മാറ്റിയിരുത്തിയതൊക്കെ പരിഹാരക്രിയകളുടെ ഭാഗമാണ്. അല്ലെങ്കിൽ ഇവള് പറയട്ടെ, ഞാൻ മനഃപൂർവ്വം കരയിക്കാനായിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ ചേച്ചിയോട് നേരത്തെ പറഞ്ഞു, പൂർണ്ണമായും എന്റെ ഇഷ്ടത്തോടെയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. മനസ്സിലായല്ലോ നിനക്ക്? ഞാൻ അവിടെ കിടന്നോളാം ചേച്ചി. എന്നാ പിന്നെ നീ പോയി അനുഭവിക്കേ. നീ നിന്റെ കാര്യങ്ങൾ നോക്കിയാ മതി. മറ്റുള്ളവർ ചെയ്യുന്നതിലൊക്കെ തലയിട്ട് അലങ്കോലം ഉണ്ടാക്കാൻ നോക്കരുത്, കേട്ടല്ലോ?
സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. ഈശ്വരൻ മാത്രമേ ഇനി എനിക്ക് സഹായത്തിനുള്ളൂ. ഒരപേക്ഷയുള്ളൂ, ഈ താലി പൊട്ടിപ്പോവരുത്. മുരളിയേട്ടാ, ദേ താഴെ കുറച്ച് ചെളിയുണ്ട്. അവിടെയല്ല, താഴെ. നീ കൂടുതൽ കണ്ട്രാക്ട് ഇടാതെ ചായ കുടിക്കാൻ നോക്ക്. ഓ, മോള് മടുത്തോടാ? ദേ, ഗൗരി ചേച്ചിയുടെ ശാരീരിക അവസ്ഥ വെച്ചിട്ടാ ഞാൻ ഇങ്ങനെ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നെ. ഭർത്താവിനെ സഹായിക്കേണ്ടതേ ഭാര്യയുടെ ഡ്യൂട്ടിയാ. വാചകം അടിക്കാതെ പെട്ടെന്ന് വെള്ളം കൊണ്ടൊഴിക്ക്. ആഹാ, ആജ്ഞാപിക്കുകയാണോ? ദേ, ഏട്ടത്തെയാണെന്നൊന്നും ഞാൻ നോക്കില്ല, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എന്റെ ദേഹത്തൊന്ന് തൊട്ടു നോക്ക്. ചോദിക്കാനും പറയാനുവേ ഒരാളും കൂടെ വരാൻ പോവാ. ഓ പിന്നെ, എന്റെ ഏട്ടന്റെ കുഞ്ഞല്ലേ. ചേടാ, രണ്ടും കൂടി പറഞ്ഞത് എങ്ങോട്ടാ പോകുന്നേ? ഹലോ, ഇത് വഴക്കൊന്നും അല്ല, ഇത് ഞങ്ങളുടെ ഒരു നമ്പരാ. അല്ലേ ചേച്ചി? മുരളിയേട്ടാ, നമ്മുടെ കുഞ്ഞിന്റെ അമ്മായിയല്ലേ, വീട്ടുകളാ. ദേ ചേച്ചി, നിങ്ങളുടെ കൊച്ചിനെ കൊണ്ടേ എന്നെ അമ്മായി എന്നൊന്ന് വിളിപ്പിക്കില്ലേ. മുരളിയേട്ടാ, ഉമ്മ ചേച്ചി, അത് മതി. അങ്ങനെ വിളിപ്പിച്ചാ മതി. അല്ലാതെ ഈ മുറപ്രകാരമുള്ള സംബോധനൊന്നും വേണ്ട. ആദ്യം മുതൽ അതൊന്ന് ശ്രദ്ധിക്കണം. നീ ഓടി അമ്മായി, ഉമയമ്മായി. മുരളിയേട്ടാ, ആഹാ, എന്നാ പൊക്കോ. ഒറ്റയ്ക്ക് പോയി വെള്ളം എടുത്തോണ്ട് കഴിയാ മതി. അയ്യോ, പെണങ്ങലേടി, പോയി വെള്ളം എടുത്തോ. എനിക്ക് സൗകര്യമില്ല. പെണങ്ങാതെ അങ്ങനെ പറയല്ലേ. പോയി വെള്ളം. രാവിലെ തന്നെ തുടങ്ങി ഒച്ച മേളൊക്കെ. പിന്നെ ഇവള് പറഞ്ഞാ കേക്കണ്ടേ? കുറച്ചും കൂടെ വെള്ളം എടുത്തോണ്ടിരാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. നീ വെറുതെ വെള്ളം മെക്കെട്ട് കയറണ്ട. നിന്റെ വണ്ടി കഴുകാനല്ലേ, നീ പോയി ചെന്ന് എടുത്താ മതി. ആ, അങ്ങനെ തന്നെ വേണം. മോളെ, ഞാൻ ഇറങ്ങുക. ഭക്ഷണമൊക്കെ അടുക്കളയിൽ റെഡിയാ. ഉമ്മേ, കൃത്യസമയത്ത് തന്നെ ആഹാരമൊക്കെ എടുത്തു കൊടുക്കാൻ മറക്കല്ലേടി ഉമ്മേ. ഇത് വലിയ കഷ്ടമായി പോയല്ലോ. എന്റെ അമ്മ, ഞാനത് ഓർമ്മിച്ചോളാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും അമ്മേ, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അത് ചുവരിൽ ഒട്ടിച്ചു വെക്ക്. അപ്പൊ പിന്നെ മറക്കൂലല്ലോ. അമ്മേ, ഞാൻ കഴിച്ചോളാം, അമ്മ പൊക്കോ. അല്ലമ്മേ, ചന്ദ്രോത്തിന് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? സത്യം പറഞ്ഞ എനിക്കൊന്നും അറിയാൻ പാടില്ലടാ. പറഞ്ഞില്ലേ, ഇന്നലെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ ദേവിക മോളെ അവിടെ നിന്ന് എണീപ്പിച്ചു വിട്ടു. ഒറ്റയ്ക്ക് മാറി ആഹാരം കഴിക്കുന്നത് കണ്ടപ്പോ വിഷമം തോന്നി. ഈ പൗർണമി കഴിയുന്നവരെ ഈ രീതിയിലായിരിക്കും ഭക്ഷണം കഴിക്കല്. ഞാൻ ഇന്നലെ വെറുതെ ആലോചിച്ചു, ആശ്രമത്തിൽ ചെന്ന് ആ ബ്രഹ്മദത്തൻ തിരുമേനി ഒന്ന് കണ്ടാലോ എന്ന്. നീ എന്തിനാ തിരുമേനിയെ കാണുന്നത്? അല്ല, ഇന്നലത്തെ ഈ ജാതകം നോക്കല്ലേ, എന്തൊക്കെയോ ദുരൂഹതകൾ പോലെ. എന്ത് ദുരൂഹത? ദുരൂഹതയൊന്നുമില്ല. പക്ഷെ ദേവികയുടെ അവസ്ഥ കഷ്ടമാ. അത് മാറ്റാൻ തിരുമേനിയോട് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാം. അതൊന്നുമല്ല, പ്രഭയാന്റെ ആശുപത്രിയിൽ നിന്ന് നേരെ ആശ്രമത്തിലേക്ക് പോകുന്നു. സ്വാമിയെ കാണുന്നു. ബ്രഹ്മദത്തൻ തിരുമേനിയെ പോലൊരാള് അന്ന് തന്നെ വീട്ടിലേക്ക് വരുന്നു. എന്തോ എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മുരളേട്ടൻ പറയുന്നത് നേരാ. ആ തിരുമേനി ചെന്ന് കാണണം. എന്ത് കാരണം കൊണ്ട് ദോഷങ്ങളെന്ന് അറിയാലോ. അല്ലെങ്കിൽ ദേവികയുടെ ജാതകം മറ്റാരെങ്കിലും കൂടെ ഒന്ന് കാണിക്കാം.
ബ്രഹ്മദത്തൻ തിരുമേനിക്ക് മുകളിൽ മറ്റാരാ ഉള്ളത്? എന്തായാലും ഇപ്പോഴത്തെ ഈ കാര്യത്തില് വെറുതെ സംശയങ്ങളൊന്നും വേണ്ട. ഈ പൗർണമിക്കിടയില് അവിടെ ഇനി എന്തൊക്കെ നടക്കുവോ അതാ എന്റെ ഒരു വേവലാതി. എന്നാ ഞാൻ പോയിട്ട് വരാം. പ്രശ്നങ്ങൾ തീർക്കാനാ അവിടെ തിരുമേനിയെ വരുത്തിയത്. പക്ഷേ ഇപ്പൊ പ്രശ്നങ്ങൾ കൂടുക. ചായ ചോദിച്ചില്ലല്ലോ, ഞാൻ കുടിച്ചു. ഇത് ആന്റിക്കല്ല, നന്ദുന. പൗർണമി വരെ ഞാൻ നന്ദുവായിട്ട് അടുത്തിടപഴകാൻ പാടില്ലല്ലോ. അപ്പോ ചായ നന്ദുന് ആന്റി കൊടുത്താ മതി. നീ എന്നെ പരിഹസിക്കാണോ? അയ്യോ, പരിഹസിക്കയോ? ഞാൻ സത്യസന്ധമായിട്ടാ പറയുന്നേ. തിരുമേനി പറഞ്ഞ നിഷ്ഠകൾ ഒട്ടും കലർപ്പില്ലാതെയും കളങ്കമില്ലാതെയും എനിക്ക് ചെയ്യണം. ആന്റി തന്നെ ചായ നന്ദുവിന് കൊടുക്കണം. അവന് ചായ വേണ്ടപ്പോ ഇവിടെ വന്ന് കുടിച്ചോളും. നീ ഈ ചായ കൊണ്ടുവന്ന് അടുക്കള വെക്ക്. പിന്നെ ഭർത്താവാണെന്ന് പറഞ്ഞ് അവന്റെ കാര്യങ്ങളൊന്നും നീ ഇപ്പം നോക്കണ്ട. അതിനിവിടെ ജോലിക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്. കേട്ടല്ലോ? എന്തെങ്കിലും ആത്മീയ കാര്യങ്ങൾ വായിക്കുകയോ ചിന്തിക്കുകയോ കീർത്തനങ്ങൾ ഉരുവിടുകയോ ചെയ്താൽ മതി. നിന്റെ ജാതകദോഷം കാരണം ഈ വീട് മുഴുവനും ബുദ്ധിമുട്ടുക. അത് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഈ വീട്ടിലെ ഓരോരുത്തർക്കും എന്തെങ്കിലും സംഭവിക്കുമെന്ന് എല്ലാവർക്കും പേടിയുണ്ട്. ആരും പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഒരു മിനിറ്റ്. എനിക്കറിയാം, നന്ദന്റെ കൈയും പിടിച്ച് ഔപചാരികമായിട്ട് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുമിച്ച് കഴിയാൻ പറ്റിയില്ല അല്ലേ? അത് ഈശ്വര നിശ്ചയം. നീ ദൈവവിശ്വാസിയല്ലേ? അതുകൊണ്ട് തന്നെ ഈശ്വരന്റെ തീരുമാനങ്ങളെ നിഷേധിക്കാൻ നോക്കരുത്. കാര്യങ്ങൾ പൗർണമി കഴിയുന്നതോടെ ഞാൻ വ്യക്തമാക്കാം. വയ്ക്കോ. ഗുഡ് മോർണിംഗ് ദേവി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉറക്കമൊക്കെ ശരിയായോ? അതെന്താ ശരിയാവാത്തെ? ഇവള് വ്രതം എടുക്കുക. സുഖസൗകര്യങ്ങൾക്കല്ല പ്രാധാന്യം, മനസ്സിലെ ശാന്തതയ്ക്ക. ആത്മീയതയുടെ ഒരു പ്രശാന്തത ദേവിക ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. ഞാൻ നന്നായി ഉറങ്ങി. ദേവിക പൊയ്ക്കോളൂ.
ഞാൻ നിങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങൾ പറയുന്നേ. ദേവിക അത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നിനക്കതിന്റെ ഗൗരവം വേണ്ടത്ര മനസ്സിലായിട്ടില്ല. ബ്രഹ്മദത്തൻ തിരുമേനി ഇത്രയും കഠിനമായ വ്രതം നോക്കണമെന്ന് പറഞ്ഞില്ലല്ലോ അമ്മേ. അദ്ദേഹം വ്യക്തമായ സൂചനകൾ തന്നു. അദ്ദേഹം പറഞ്ഞതിന്റെ ഉള്ളിലെ ആശയം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് നമ്മളാ. എന്തായാലും അദ്ദേഹം പറഞ്ഞ വ്രതകാര്യങ്ങളിൽ വെള്ളം ചേർക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല നന്ദ. കാരണം ഇതിപ്പോ നിങ്ങളുടെ രണ്ടുപേരുടെയും മാത്രം കാര്യമല്ല, ഒരു കുടുംബത്തെ മുഴുവനും ബാധിക്കുന്നതാ. ചന്ദ്രോത്ത് കുടുംബത്തിൽ ഇനി അനിഷ്ടങ്ങൾ സംഭവിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, ദേവിക തിരുമേനി പറഞ്ഞതിന്റെ സാരാംശം പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ട്. നീ ഓരോരോ ചാബല്യങ്ങൾ പറയാതിരുന്നാ മതി. ഇതൊന്നും കുട്ടിക്കളിയല്ല. നന്ദ, എന്താ ചേച്ചി? ദേവിക്ക് പാസ്പോർട്ട് ഉണ്ടോ? എടുത്തിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ രണ്ടുപേരുടെയും പാസ്പോർട്ടിന്റെ കോപ്പി എന്റെ ഫോണിലോട്ടേക്ക് അയച്ചിട്ടേക്കണം. എന്താ ചേച്ചി കാര്യം? ഇനി 7 ദിവസം കൂടി കഴിഞ്ഞ പൗർണമിയാ. അത് കഴിഞ്ഞ നിങ്ങൾ സിംഗപ്പൂരിലേക്ക് പോകുന്നു. സിംഗപ്പൂരോ? ചേച്ചി പറയുന്നത് മനസ്സിലാവുന്നില്ല. നിനക്ക് ദേവിയേക്കും ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാ ഞാൻ ഇടപെടാന്ന് വിചാരിച്ചത്. പൗർണമി ദിവസം വ്രതങ്ങൾ അവസാനിക്കുന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസം നിങ്ങൾ സിംഗപ്പൂരിലേക്ക് പോകുന്നു. അല്ല, സിംഗപ്പൂരിലേക്ക്? ആ, ഹണിമൂണാണെന്ന് കൂട്ടിക്കോ. ഞാൻ സ്പോൺസർ ചെയ്യുന്നു. ട്രാവൽ ഏജൻസി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. 2 ടിക്കറ്റ് ബ്ലോക്ക് ചെയ്തിട്ടേക്കാൻ. താങ്ക് യു ചേച്ചി, താങ്ക് യു. ഞാനൊരു കാര്യം പറയാം. എന്റെ ഒരു തോന്നലാ. എന്താ ചേച്ചി? പൗർണമി കൊണ്ടൊന്നും ഇപ്പോഴത്തെ വ്രതവും പൂജയൊന്നും അവസാനിക്കും തോന്നുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നു. ചിലപ്പോ വേറൊരു തോന്നൽ മാത്രമാവാം. എന്തായാലും നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം. പുതിയ കാഴ്ചകളൊക്കെ കണ്ട് ശുദ്ധവായു ശ്വസിച്ച് തിരിച്ചു വന്നാ മതി. ഒരു പെണ്ണിനെ താലികെട്ടി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അവളുടെ ആഗ്രഹങ്ങള് കുറച്ചെങ്കിലും സാധിച്ചു കൊടുക്കാൻ പറ്റണം. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളില് എപ്പോഴും ഭർത്താവ് ഒപ്പം തന്നെ ഉണ്ടാവണം. ഏതു പെണ്ണും സ്വപ്നം കാണുന്ന കാര്യമാ. ദേവിയേക്ക് അത് സാധിച്ചിട്ടുണ്ടോ? അതിപ്പോ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഇപ്പോ വ്രതത്തിലുമായി. ബ്രഹ്മദത്തൻ തിരുമേനി പറഞ്ഞതിന്റെ ഗൗരവം അവളെ സ്വാധീനിച്ചിട്ടുണ്ട്. അവളുടെ ജാതകദോഷം കാരണം ഈ വീടിന് ഒരു കുഴപ്പം സംഭവിക്കാൻ പാടില്ല. അതിനുവേണ്ടിയാ അവൾ തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുന്നത്. അതുകൊണ്ടാ ഞാനും പിന്നെ കാര്യങ്ങൾ അവളുടെ ഇഷ്ടത്തിന് വിട്ടത്. അവളുടെ മനസ്സിന്റെ തൃപ്തിക്കും സന്തോഷത്തിനും വേണ്ടി അവളീ വ്രതം എടുക്കട്ടെ. എല്ലാം പക്ഷേ പൗർണമിയോടെ തീർക്കണം. അതിനടുത്ത ദിവസം നിങ്ങൾ ഇവിടുന്ന് പോണം. കുറച്ച് ദിവസത്തേക്ക് ഒരു നാടുവിടൽ. ചേച്ചി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ അനുഭവങ്ങൾ ഉണ്ടാവരുതെന്ന് ഞാൻ ഇടയ്ക്കിടെ പറയാറുള്ളത് കേട്ട് നിനക്കും ദേവിയേക്കും ബോറടിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ പറയും, എന്റെ അനുഭവം നിങ്ങൾക്കുണ്ടാവരുത്. എന്റെ ആഗ്രഹങ്ങളെ മാനിക്കാത്ത, എന്റെ സ്വപ്നങ്ങൾക്ക് ഒരു വിലയും തരാത്ത, എന്നോട് നീതി കാണിക്കാത്ത ഒരു ഭർത്താവിനാണല്ലോ കിട്ടിയതെന്നോർത്ത് ഞാൻ എന്നെ തന്നെ ശപിച്ചിട്ടുണ്ട്. മറ്റാരും കാണാതെ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
ദേവികയെ കൊണ്ട് അവളെ തന്നെ ശപിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ആരും കാണാതെ കരയാനുള്ള അവസരം ഉണ്ടാക്കരുത്. ആ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പൊ എന്തായാലും പൗർണമി കഴിഞ്ഞാ സിംഗപ്പൂർ പോവാൻ വേണ്ടി സാധനങ്ങൾ പാക്ക് ചെയ്ത് തുടങ്ങിക്കോ. ഓക്കെ, താങ്ക് യു.